എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അതായത് ജൂലൈ 18-ാം തീയതി പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്നുള്ള ലിങ്ക് വരുന്നതാണ്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ള ലിങ്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രണ്ട് ലിങ്കുകളിൽ ഏതെങ്കിലും ലിങ്കിൽ അതായത് നിങ്ങൾ ഏതെങ്കിലും ലിങ്കല്ല, നിങ്ങൾ ഏത് ലിങ്ക് വഴിയാണ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി ഉണ്ടോ എന്നുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹയർ സെക്കൻഡറി സെക്കൻഡ് സപ്ലിമെൻ്ററി എന്ന് പറയുമ്പോൾ ഇതിന് ശേഷം, അതായത് ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷം ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം മാത്രമായിരിക്കും സെക്കൻഡ് സപ്ലിമെൻ്ററി ഉണ്ടായിരിക്കുക. അപ്പോൾ സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് മുന്നോടിയായിട്ട്, അതായത് ഏകദേശം പല ജില്ലയിലെ പല സ്കൂളുകളിലേക്കായിട്ട് നിലവിൽ ഈ ഒരു വേക്കൻസി അല്ല സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീറ്റുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള ആ ഒരു അപേക്ഷ വരുന്നത്. അപ്പോൾ അതിനുശേഷമായിരിക്കും സെക്കൻഡ് സപ്ലിമെൻ്ററി വരിക. അപ്പോൾ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷ പുതുക്കി പുതിയ ഓപ്ഷനുകൾ നൽകേണ്ടത് നിർബന്ധമാണ്. ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് ആ ഒരു ഘട്ടത്തിൽ പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യം ലഭ്യമായിരിക്കും. നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളുകളിൽ ജോയിൻ ചെയ്യാവുന്നതും, പിന്നീട് നിങ്ങൾക്ക് സ്കൂളോ കോഴ്സോ മാറണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഇതിന് ശേഷം വരും. അപ്പോൾ ഏകദേശം അത് ജൂലൈ 24-ാം തീയതിയോടെ അതിൻ്റെ അപേക്ഷ ആരംഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം നിങ്ങൾക്ക് സ്കൂൾ കോഴ്സ് മാറ്റത്തിനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ്, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ള ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ ജില്ല എന്നിവ കൊടുക്കാണ്ടാവും. അത് കറക്റ്റായിട്ട് കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതും അവിടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്, അതായത് സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് എന്നുള്ള അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പച്ച കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കണ്ടിട്ടുള്ളവർ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളുകളിൽ പോയിട്ട് ജോയിൻ ചെയ്യണം. അതുപോലെ തന്നെ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കണ്ടിട്ടുള്ളവർ വിദ്യാർത്ഥികൾ അടുത്ത സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് വേക്കൻസി അനുസരിച്ച് പുതുതായിട്ട് ഓപ്ഷൻ നൽകേണ്ടതും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷയിൽ തെറ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ പുതുക്കാവുന്നതും, ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് ആ ഒരു ഘട്ടത്തിൽ പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനും സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കണ്ടിട്ടുള്ള വിദ്യാർത്ഥികൾ നേരെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് സപ്ലിമെൻ്ററി റിസൾട്ട് എന്നുള്ള ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടിയവരും കിട്ടാത്തവരും ക്ലിക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ആ ഒരു പേജിൽ നിന്ന് പരിശോധിക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ ആ ഒരു പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് കാണാൻ പറ്റും. അതുപോലെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്നൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് റിന്യൂ യുവർ ആപ്ലിക്കേഷൻ ഫോർ സെക്കൻഡ് സപ്ലിമെൻ്ററി നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, അവിടെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, അതായത് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് അങ്ങനെ ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയവർക്കും കിട്ടാത്തവർക്കും അതിന് താഴായിട്ട് വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്ക് ഉണ്ടാവും. അപ്പോൾ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റാങ്ക്, അതായത് നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് കിട്ടിയ ഓപ്ഷൻ്റെ മുകളിൽ ബാലൻസ് ആയിട്ട് വല്ല ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ റാങ്കോ, അല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ റാങ്കോളോ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാതെ ഫസ്റ്റ് സപ്ലിമെൻ്ററിൽ അലോട്ട്മെൻറ്റ് കിട്ടാതെ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കണ്ടിട്ടുള്ളവർക്ക് നിങ്ങളുടെ എല്ലാ ഓപ്ഷനുകളെയും റാങ്ക് ഡീറ്റെയിൽസും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുമ്പോൾ ആ ഒരു സ്കൂളിൽ ആ ഒരു കോഴ്സിൽ നിങ്ങൾ ഓപ്ഷൻ വെച്ച ആ ഒരു സ്കൂളിലെ ആ ഒരു കോഴ്സിൽ ഏറ്റവും ലാസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥിയുടെ റാങ്കും, അതുപോലെ തന്നെ യുവർ റാങ്ക് ആണെങ്കിൽ അത് നിങ്ങളുടെ റാങ്കുമാണ് ഉള്ളത്. അപ്പോൾ അതും നിങ്ങളുടെ റാങ്കും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ട് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ശേഷം പിന്നീട് സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് പുതുതായിട്ട് ഓപ്ഷൻ നൽകിക്കൊണ്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് സെക്കൻഡ് സപ്ലിമെൻ്ററി ഇതിൻ്റെ കൂടെ കണ്ടിന്യൂഷൻ ആയിട്ടല്ല, നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾ പുതുതായിട്ട് വേക്കൻസിക്ക് അനുസരിച്ച് ഓപ്ഷനുകൾ പുതുതായിട്ട് നൽകണം. എന്നിട്ട് നിങ്ങളുടെ അപേക്ഷ പുതുക്കണം. അങ്ങനെയെങ്കിലേ സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് പരിഗണിക്കുള്ളൂ.
ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളുകളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള സ്കൂൾ ഏതാണ്, കോഴ്സ് ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ വിദ്യാർത്ഥികൾ ജൂലൈ 20, 21 തീയതികൾ, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളായിട്ട് വിദ്യാർത്ഥികൾ പോയിട്ട് അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ പല വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഡൗട്ടായിരിക്കും, എനിക്ക് HSCയിലും കിട്ടിയിട്ടുണ്ട്, VHSCയിലെ സപ്ലിമെൻ്റിലും കിട്ടിയിട്ടുണ്ട്, അപ്പോൾ എവിടെ അഡ്മിഷൻ എടുക്കുമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം എവിടെയാണോ അവിടെ അഡ്മിഷൻ നേടുക. അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടുകാരോടൊക്കെ ചോദിച്ച ശേഷം മാത്രം നിങ്ങൾ എവിടെയാണോ അഡ്മിഷൻ എടുക്കുന്നത് അവിടെ അഡ്മിഷൻ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ സ്കൂളോ കോഴ്സോ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അഡ്മിഷൻ നേടിയ ശേഷം ഇതിന് ശേഷം ട്രാൻസ്ഫർ ആണ് വരുന്നത്. അപ്പോൾ ആ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത് സ്കൂളോ കോഴ്സോ മാറാനുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഇതിന് ശേഷം അഡ്മിഷൻ നേടാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടത് ഒന്ന് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കിട്ടിയതിൻ്റെ തെളിവായിട്ടുള്ള അലോട്ട്മെൻറ്റ് ലെറ്ററാണ് വേണ്ടത്, അതായത് അലോട്ട്മെൻറ്റ് ലെറ്ററാണ് വേണ്ടത്. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ CBSE, ICSE അതുപോലെ തന്നെ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുടെ SLCയുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാത്തവർ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി, റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോയാൽ മതി. അടുത്തത് നിങ്ങളുടെ TC അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അതായത് കോൺടാക്ട് സർട്ടിഫിക്കറ്റാണ് സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ റേഷൻ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ എത്രയാണോ ഫീസ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഫീസ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വേണ്ടത് നിങ്ങൾക്ക് വല്ല ബോണസ് പോയിന്റ്, അതായത് NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ്, എ ഗ്രേഡ് അങ്ങനെ വല്ല സർട്ടിഫിക്കറ്റുകളും ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വേണ്ടത് വിദ്യാർത്ഥികൾക്ക് വല്ല ടൈ ബ്രേക്ക്, അതായത് LSS, USS, NMMS, NTSC അങ്ങനെ വല്ല റിസൾട്ട്, അതുപോലെ നിങ്ങൾ വല്ല ക്ലബ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ സ്പോർട്സ് ഇനങ്ങൾ അല്ലെങ്കിൽ കലാകായിക ഇനങ്ങളിൽ സ്റ്റേറ്റ് ഫെയറുകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അങ്ങനെ വല്ല ആക്ടിവിറ്റീസുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ, അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻ്റ്. അതുപോലെ EWS സർട്ടിഫിക്കറ്റ് ഉള്ളവർ EWS സർട്ടിഫിക്കറ്റ്, അതായത് EWS സർട്ടിഫിക്കറ്റിൻ്റെ അവിടെ യെസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, നോ എന്നാണെങ്കിൽ പ്രത്യേകിച്ച് EWS സർട്ടിഫിക്കറ്റ് വേണ്ട. അതുപോലെ തന്നെ നിങ്ങൾ SSLC അല്ലാതെ CBSE, ICSE വിഭാഗം വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളുടെ ഈ ഒരു റിസൾട്ട് പോർട്ടലിൽ ലഭ്യമാണ്. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലൊന്ന് ചോദിച്ചാൽ മതി, ആ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു കോപ്പി നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോയാൽ മതി. പ്രത്യേകിച്ച് അഡ്മിഷൻ ടൈമിൽ അത് നിർബന്ധമല്ല, പിന്നീട് നിങ്ങൾ കൊടുത്താൽ മതിയാകും. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ ആദ്യ ദിവസം തന്നെ അഡ്മിഷനായിട്ട് പോവുക. കാരണം എന്തെങ്കിലും ഡോക്യുമെൻസിൻ്റെ കുറവ് എന്തെങ്കിലും ഡോക്യുമെൻസിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റും. അതുപോലെ തന്നെ രാവിലെ തന്നെ വേഗം പോകാൻ നോക്കുക, കാരണം കുറേ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലേറ്റായിട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് കാര്യം പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡോക്യുമെൻസിൽ വല്ല എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണമെങ്കിൽ പെട്ടെന്ന് അതായത് ആദ്യ ദിവസങ്ങളിൽ തന്നെ പോയാലാണ് പെട്ടെന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഫീസ് കൂടി എടുത്തിട്ട് പോകാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂൾ കോഴ്സിൽ തന്നെ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ആ ഒരു സ്കൂൾ കോഴ്സിൽ നിന്ന് നിങ്ങൾ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നില്ല, ഇനി ആ ഒരു കിട്ടിയ സ്കൂൾ കോഴ്സ് തന്നെ മതി എന്നുള്ള വിദ്യാർത്ഥികളാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാർത്ഥികൾ യൂണിഫോമിൻ്റെ യൂണിഫോമിന് പൈസ ഉണ്ട്, ടോട്ടലായിട്ട് 1300 രൂപ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 1300 രൂപ ആ ഒരു യൂണിഫോമിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഫീസാണ്. അത് നിങ്ങൾ സ്കൂളിൽ അടക്കേണ്ട ഫീസ് ഏകദേശം 1300 രൂപക്ക് അടുത്ത് തന്നെ വരും. അത് നിങ്ങൾക്ക് കിട്ടിയ കോഴ്സ് അനുസരിച്ച് കുറയുന്നതായിരിക്കും. എന്നാൽ യൂണിഫോം ഫീസ് ഈ ഒരു രീതിയിലാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.